നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശംഖുനാഥം മുഴങ്ങി. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി. പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കവേ ഭരണഘടനയുടെ ആമുഖം ഷെയർ ചെയ്തു പാർവതി, റിമ കല്ലിക്കൽ, ആഷിഖ് അബു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് മതേതരത്വം. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ച കേസുകളിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ശംഖുനാഥം മുഴങ്ങി. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് രാമലല്ല വിഗ്രഹം പ്രതിഷ്ഠ നടന്നത്. പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിനു പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. ദർഭപ്പുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് 12:20-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ VVIPകളുടെ വൻ നിരയാണ് അയോധ്യയിലെത്തിയത്. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി താത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ 11:30-നാണ് ആരംഭിച്ചത്. സിനിമ, കായിക താരങ്ങളടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തിയിരുന്നു. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് അയോധ്യയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കവേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പങ്കിട്ട് ചലച്ചിത്ര താരങ്ങൾ. സംവിധായകൻ ആഷിഖ് അബു, നടിമാരായ പാർവതി തിരുവോത്ത്, റിമ കല്ലിക്കൽ തുടങ്ങിയവരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നു തുടങ്ങുന്ന ആമുഖത്തിന്റെ ചിത്രമാണ് മൂവരും പങ്കിട്ടത്. നമ്മുടെ ഇന്ത്യ എന്നെഴുതി കൂപ്പുകൈകളുടെ ഇമോജി ചേർത്താണ് പാർവതി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഇന്ത്യ പരമാധികാര, സ്ഥിതി സമത്വം, മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നു ആഷിഖ് അബുവും, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നു കുറിച്ചാണ് റിമയും ചിത്രം പങ്കുവച്ചത്. പോസ്റ്റ് പങ്കുവച്ചതോടെ നിരവധി പേരാണ് താരങ്ങളെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷിയാവാൻ സിനിമാ താരങ്ങളുടെ ഒഴുക്കാണ് ഉണ്ടായത്. താരങ്ങളായ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ചിരഞ്ജീവി, അനൂപ് ഖേർ, മാധുരി ദീക്ഷിത്, ജാക്കി ഷെറോഫ് എന്നിവർക്ക് പുറമെ രൺബീർ കപൂർ, ആലിയ ഭട്ട്, വിക്കി കൗശൽ, കത്രീന കൈഫ്, ധനുഷ്, രൺദീപ് ഹൂഡ, രാംചരൺ, സച്ചിൻ ടെണ്ടുൽക്കർ, കങ്കണ റാൺവത്ത്, അഭിഷേക് ബച്ചൻ, സംവിധായകരായ രോഹിത് ഷെട്ടി, രാജ്കുമാർ ഹിറാനി, ആയുഷ്മാൻ ഖുറാന, ഗായകരായ ശങ്കർ മഹാദേവ് തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മത ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുന്നു. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് മതേതരത്വമാണെന്ന് മുഖ്യമന്ത്രി. മതേതരത്വമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ്. ഒരു രാജ്യമെന്ന നിലയിൽ സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ഇന്ത്യയുടെ സ്വത്വമാണിത്. വിശ്വാസികളും അവിശ്വാസികളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഓരോ പൗരനും ഭരണഘടന സ്വാതന്ത്ര്യം തുല്യമായി അനുഭവിക്കണം. മതവിശ്വാസം വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും പിണറായി വിജയൻ. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. ഒരു മതം വലുതും മറ്റൊന്ന് ചെറുതും എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യൻ മതേതരത്വം മതത്തെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്നതാണെന്ന് ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പാരമ്പര്യം നമ്മുടെ ചരിത്രത്തിലുണ്ടെന്നും എന്നാൽ ഇപ്പോൾ മതത്തെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്ന രേഖ കുറഞ്ഞു വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ച കേസുകളിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഫോർട്ട് കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ യുവാവും വയനാട്ടിൽ ദമ്പതികളും കോഴിക്കോട് ബാങ്ക് ജീവനക്കാരനുമാണ് അറസ്റ്റിലായത്. ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ എത്തിച്ച് പലതവണ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്ത കേസിലാണ് 21 വയസ്സുകാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതായി ഫോർട്ട് കൊച്ചി പോലീസ് അറിയിച്ചു. വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ദമ്പതികൾ അറസ്റ്റിലായത്. പൂത്താടി സ്വദേശികളായ പ്രജിത്തൻ, ഭാര്യ സുജാന എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഉപദ്രവിച്ച വിവരം കുട്ടി കൗൺസിലിംഗിൽ ആണ് വെളിപ്പെടുത്തിയത്. ഈ കേസിൽ നേരത്തെ പിടിയിലായ സുരേഷിനെ റിമാൻഡ് ചെയ്തിരുന്നു.